Hello learners, welcome to Zodiac E-Learning Hub. So today's question is Mycobacterium avium complex is primarily transmitted. അതായത് Mycobacterium avium complex എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ primarily transmit ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദ്യം. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് ഫ്രം അനിമൽ ടു പേഴ്സൺ, അനിമൽ നിന്ന് പേഴ്സണിലോട്ടാണോ, ദെൻ പേഴ്സൺ ടു പേഴ്സൺ ആണോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള പേഴ്സണിൽ നിന്ന് പേഴ്സണിലോട്ടാണോ, അല്ലെങ്കിൽ തന്നെ എൻവയോൺമെൻറ്റിലൂടെയാണോ, ഇല്ലാന്നുണ്ടെങ്കിൽ നോസോകോമിയൽ ട്രാൻസ്മിഷൻ ആണോ എന്നാണ് ചോദ്യം. സോ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ത്രൂ ദ എൻവയോൺമെൻറ്റ്. ബിക്കോസ് ഈ ഒരു മൈക്കോബാക്ടീരിയം ഏവിയം കോംപ്ലക്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണ്, എൻവയോൺമെൻറ്റലാണ്. ഇതെന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ മൈക്കോബാക്ടീരിയം ഡിസീസാണ്. ഇതെന്ന് പറയുന്നത് ഒരു നോൺ ട്യൂബർക്കുലർ മൈക്കോബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ഓക്കെ, നോൺ ട്യൂബർക്കുലർ മൈക്രോബാക്ടീരിയം ഇൻഫെക്ഷൻ ആണ് ഈ ഒരു മൈക്കോബാക്ടീരിയം ഏവിയം കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നമുക്ക് ചുറ്റുള്ള എൻവയോൺമെൻറ്റിൽ തന്നെയാണ്. മെജോറിറ്റി ആയിട്ട് സോയിൽ അല്ലെങ്കിൽ വാട്ടറിലൊക്കെയാണ് ഈ ഒരു മൈക്കോബാക്ടീരിയം ഏവിയം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ കാണപ്പെടുന്നത്. ഇത് എന്താണ്, ഇമ്മ്യൂൺ കോംപ്രമൈസ്ഡ് ഉള്ള ആൾക്കാരിൽ, അതായത് HIV ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ള ആൾക്കാരിൽ CD4 കൗണ്ട് ഒരു 15 കുറവാണെന്നുണ്ടെങ്കിൽ ഇവൻ യൂഷ്വലി ഇതെന്താണ് പെട്ടെന്ന് തന്നെ ഈ ഒരു ഹ്യൂമൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്, അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് കാരണം ഇത് അല്ലെങ്കിൽ തന്നെ ഡയറിയ, വെയിറ്റ് ലോസ്, അനീമിയ ഒക്കെ എന്താണ് പലതരത്തിലുള്ള സിംറ്റംസിലോട്ട് ലീഡ് ചെയ്യുന്നുണ്ട്. സോ മൈക്കോബാക്ടീരിയം ഏവിയം കോംപ്ലക്സ് ഇസ് കോമൺലി സീൻ ഇൻ എൻവയോൺമെന്റ്. Okay, so that's the one minute. Thank you.